നമ്മുടെ വീട്ടിലെ കാറിൻ്റെ ഡോർ ഹാൻഡിൽ വർക്കിംഗ് അല്ല. വർക്കിംഗ് അല്ലെന്ന് പറയുമ്പോൾ സാധനം അത് ഒടിഞ്ഞിരിക്കുകയാണ്, അകത്ത് സ്പ്രിങ് ഒടിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കപ്പോൾ അകത്തുനിന്ന് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ മഴയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അകത്ത് റസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ സ്പ്രിങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അങ്ങനെ സ്പ്രിങ് പൊട്ടിപ്പോയേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒന്ന് വല്ല WD-40 പോലുള്ള തുരുമ്പ് കളയുന്ന വല്ല സാധനം എടുത്ത് ഇടയ്ക്ക് അടിക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്ക് ഓയിൽ വലിയിട്ട് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാണ് പുതിയ ഡോർ ഹാൻഡിൽ. ഇത് വർക്കാവുമെന്ന് നോക്കുന്നത് ഇവിടെ ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്, അത് പ്രോപ്പറായിട്ട് എടുത്ത് നോക്കിയാൽ മതി. ആ ക്യാമറ ഒന്നിരിക്കും. ഇത് ഇങ്ങനൊരു ആക്ഷൻ കിട്ടണം. ഇതിൻ്റെ നടുക്ക് കാണുന്ന ആ സ്പ്രിങ്ങാണ് നമ്മുടെ പൊട്ടിപ്പോകുന്നത്. അതെ, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചേക്കുന്നത്. ഇതിനൊരു 150-200 ആ റേഞ്ചിലാണ് നമുക്ക് വാങ്ങിച്ചേക്കുന്നത്. എനിക്ക് അത്ര ഓർമ്മയില്ല. എന്തായാലും അത്ര ഒരു റേഞ്ച് നമുക്ക് എന്തായാലും പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ പുറകിലത്തെ ഈ ഫ്രെയിം ഫുള്ളായിട്ട് നമുക്ക് അഴിക്കണം. അത് നമുക്കിവിടെ ഡോറിൻ്റെ ഇവിടെ ഈ ഹാൻഡിലിൻ്റെ ഇവിടെ ഈ ഒരു ഹോളിനകത്ത് 2 സ്ക്രൂ ഉണ്ട്. പിന്നെ ഈ ഇവിടെ ഒരു നട്ട് ബോൾട്ട് സാധനമുണ്ട്, ഒരു സ്ക്രൂ പോലെ. ആ ക്ലിപ്പ് ഒഴിച്ച് പിന്നെ നമ്മൾ വൈൻഡിങ്ങിൻ്റെ നമ്മുടെ വിൻഡോയുടെ ഒരു സാധനം ഉണ്ടല്ലോ പിടുത്തം, അതുകൂടെ അഴിച്ചാൽ മതി. അപ്പോൾ ഊരി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 സ്ക്രൂ ആദ്യം അഴിച്ചെടുക്കണം. ഏതൊരു സ്ക്രൂ ഡ്രൈവർ ഒഴിച്ചിട്ട്, സ്റ്റാറിൻ്റെ ആണ് സ്ക്രൂ ഡ്രൈവർ വരുന്നത്. അപ്പോൾ സ്റ്റാർ ഉപയോഗിച്ച് അത് ഊരുക. പിന്നെ ഇതിൻ്റെ അകത്തൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് അഴിക്കുന്ന വീഡിയോ കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ല. ആ ക്ലിപ്പ് തട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് അഴിക്കാൻ പറ്റും. അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ചെറിയൊരു സ്ക്രൂ പോലൊരു സാധനം വരുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പ് പോലെ. ആ ക്ലിപ്പും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രെയിം ഫുള്ളായിട്ട് അഴിക്കാൻ പറ്റും. ഈ ക്ലിപ്പ് നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ചെയ്യേണ്ടത് ഈ ഡോറിൻ്റെ പിടി നമ്മൾ മുന്നോട്ടും തള്ളി കഴിയുമ്പോൾ അതൊന്ന് ലൂസാകും. അതിനൊന്ന് ലോക്കൊന്ന് റിലീസാകും. റിലീസായതിനു ശേഷം നമുക്ക് ഈ മറ്റേ മൊത്തത്തിലുള്ളൊരു ലോക്ക് റിലീസാവണം. ഓൾറെഡി കുറച്ച് അവിടെ ഇവിടെ ജാമായിട്ടിരിപ്പുണ്ട്. ഒന്ന് തട്ട് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇളങ്ങി വന്നോളും. അപ്പോൾ മൊത്തത്തിൽ ഇത് മൊത്തം വരുന്ന പ്ലാസ്റ്റിക് ക്ലിപ്പ് മാത്രമാണ്. അപ്പോൾ സൂക്ഷിച്ച് പിടിക്കുക. വലുതായിട്ട് ആയാസം കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊട്ടിപ്പോരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മുകളിലേക്ക് വേണം ഇത് ഊരിയെടുക്കാൻ. കാരണം നമുക്ക് ആ ഒരു ലോക്കിൻ്റെ സാധനം ഉള്ളതുകൊണ്ട് എപ്പോഴും മുകളിലോട്ട് പൊക്കി വേണം എടുക്കാൻ. പുറമോട്ടല്ല വലിച്ചെടുക്കരുത്, അത് ഒടിഞ്ഞു പോകും. നമ്മൾ ഈ ഡോർ ഹാൻഡിൽ നമുക്കിനി ഉള്ളിലേക്കാക്കണം. അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് തട്ടി വിട്ടാൽ മതി, അത് ഉള്ളിലേക്ക് കയറി പോയിക്കൊള്ളും. അപ്പോൾ അത് ഉള്ളിലേക്ക് കയറി വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫ്രെയിം ഫുള്ളായിട്ട് ഊരി മാറ്റാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്കൊന്ന് നോക്കാം, ഊരി നോക്കാൻ തരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഡോറിൻ്റെ പാനൽ ഫുൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ട്. ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ജസ്റ്റ് താഴോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ചതുരത്തിലുള്ള ഹോളിനകത്താണ് നമുക്ക് ആ ഡോർ ഹാൻഡിൽ അഴിക്കാനുള്ളൊരു നട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഗ്ലാസ് പൊക്കണം. ഗ്ലാസ് പൊക്കണമെങ്കിൽ അതിൻ്റെ ആ പിടി നമ്മളാദ്യം ഇട്ടിട്ട് നമ്മളൊന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ ഗ്ലാസ് പൊക്കി ഏറ്റവും മുകളിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ നട്ടും ബോൾട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം. അത് എവിടെയാണ് ആ നട്ടും ബോൾട്ടും ഇരിക്കുന്നത്. ഈ നട്ടും ബോൾട്ടും 10 സൈസ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്തൊരു കമ്പി ഇരിപ്പുണ്ട്. ആ കമ്പിയാണ് നമ്മുടെ ഡോർ ഹാൻഡിലോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കമ്പിയും ആ ഡോർ ഹാൻഡിലും നമ്മുടെ ആക്ഷൻ നടക്കുമ്പോഴാണ് ഡോർ നമുക്ക് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് അഴിക്കണം. അവിടുത്തെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പിടുത്തം വരുന്നുണ്ട്. അത് ഞാൻ തിരിച്ചിടാൻ നേരത്ത് കാണിച്ചു തരാം വൃത്തിയായിട്ട്. ഇതിപ്പോൾ ആദ്യം ഇളക്കാൻ നോക്കണം, ഒന്ന് അവിടുത്തെ അഴിച്ചു വിടണം. അപ്പോൾ കൈ വെച്ച് അഴിച്ചിട്ടൊന്നും അഴിയാൻ പറ്റുന്നില്ലത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് തട്ടി കിടക്കുവാണ്. ഈ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ വേറെ പുതിയത് മാറ്റി വെക്കുവായതുകൊണ്ട് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. അത് കുറച്ച് ഹാർഡായിട്ടിരിക്കുവാണ്. നമ്മളെന്തായാലും പിടിച്ചെന്തായാലും അത് ഒന്ന് ഇളക്കി വിടുവാണ് എന്തായാലും തൽക്കാലം. ഇപ്പോൾ ഓക്കെ, അത് ഇളകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 10 സ്പാനർ ഇട്ടിട്ട് നമുക്ക് ആ 2 ബോൾട്ടും അഴിച്ചു മാറ്റണം. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന റിംഗ് സ്പാനറാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ റിങ്ങോ അല്ലെങ്കിൽ സാധാ നോർമൽ സ്പാനറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് അകത്തോട്ട് കയറ്റി വെച്ചെങ്കിൽ നമുക്കിത് സാധനം അഴിക്കാൻ പറ്റത്തുള്ളൂ. 10 സ്പാനർ ഇരിക്കുന്നത്. 10 സ്പാനർ വെച്ചിട്ട് ആ 2 ബോൾട്ടും അഴിക്കുക. ആ 2 ബോൾട്ടും അഴിച്ചെങ്കിൽ മാത്രമേ നമുക്കിനി ഇത് ഊരി എടുക്കാൻ പറ്റത്തുള്ളൂ ഹാൻഡിൽ. അപ്പോൾ ഈ കമ്പി ആദ്യം അങ്ങ് മാറ്റി വെക്കുക. അതിനുശേഷം ഇനി ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് അതിങ്ങോട്ട് പുറത്തോട്ട് വലിച്ചാൽ മതി, ഊരിപ്പോരും. ഇതിപ്പോൾ ഇങ്ങനെ വലിച്ച് കിട്ടുന്നില്ല, സംഭവമൊന്നുമില്ല. അതിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക് ചെറുതായിട്ട് പൊള്ളിയോട്ട് തെളിയിപ്പുണ്ട്.
അതവിടെ കുടുങ്ങിയിരിക്കുവാണ്. അതിപ്പോൾ കൈ കൊണ്ടൊന്ന് തെള്ളി വിട്ട് കഴിഞ്ഞാൽ അത് ഞൂരി പോകുന്നുള്ളൂ. അതിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തെള്ളി വിട്ട് കഴിഞ്ഞാൽ അത് ഞൂരി പോകുന്നുള്ളൂ. ഇതാണ് പഴയത്. ഈ പഴയമായിട്ട് നമുക്ക് തോട്ടിക്കളയാം. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയത്. ഇപ്പോൾ ഇവിടെ ഡോർ ഹാൻഡിൽ അവിടെ ഇത്ര അഴുക്ക് ഇപ്പോൾ ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണക്ടർ നമ്മളെപ്പോഴും മേലോട്ട് വെച്ചിട്ടാണ് നമുക്ക് അകത്തോട്ട് കയറ്റി വെക്കാൻ. മേലോട്ട് വെച്ചിട്ട് അത് ആ ഹോളിനകത്തൂടെ ഇട്ട് ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ മാത്രം മതി. ആ ബോൾട്ടും കൂടെ ആ സ്ക്രൂ ചെയ്യുന്ന ബോൾട്ടിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ത്രെഡ്, അതും കൂടെ ആ 2 ഹോളിലേക്കും പക്കയായിട്ട് കയറുന്ന രീതിക്ക് വേണം നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇനി അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അത് ആ ബോൾട്ട് 2 തിരിച്ചിട്ട് ആ സാധനം അവിടെ സെറ്റായിട്ട് നിന്നോളൂ. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് അത് പൊട്ടിക്കരുത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഈ ഒരു കമ്പി ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോളുണ്ട്, അതിലേക്ക് കയറ്റി വെക്കണം. എന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്, ആ വെള്ള കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ആ കമ്പിയിലേക്ക് നമ്മൾ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം പിടിച്ച് പക്കയായിട്ട് ഇരുന്നോളും. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടോ ഉള്ളത്. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി ഈ ഫ്രെയിം കൂടി തിരിച്ചൊക്കെ ഉള്ളതാണ്. ആ പാൻറ്റ് നമുക്ക് തിരിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ പാൻറ്റ് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, എടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഡോറിൻ്റെ ലോക്ക് നമ്മൾ മേലോട്ട് തെള്ളിയിരിക്കുന്നതുകൊണ്ട് നമ്മളത് വേണം ആദ്യം ഇറക്കാൻ. അത് ഇറക്കിയതിന് ശേഷം ആ ഉള്ളിലുള്ള ഡോറിൻ്റെ ഹാൻഡിലുണ്ടല്ലോ, അതും കൂടെ തിരിച്ച് ശ്രദ്ധിക്കണം ആദ്യം. അതാണ് ആദ്യം, അത് രണ്ടുമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ശ്രദ്ധിക്കാനുള്ള കാര്യം അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ലോക്കാണ്, ആ ലോക്ക് പിടിച്ചിട്ടാൽ മാത്രം മതി. ഇതിപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോറിൻ്റെ ഹാൻഡിൽ നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. ശ്രദ്ധിച്ചാൽ മതി, സൂക്ഷിക്കണം, അത് പൊട്ടിപ്പോകാതെ നോക്കണം. ഓക്കെ, ഒക്കെ കുറച്ച് ടാസ്ക് പോലെ കാണുന്നുണ്ട്, എന്തായാലും നോക്കാൻ നല്ലത്. പണ്ടരകത്തോട്ട് കയറുന്നില്ല, ഒരു വിധത്തിൽ എന്തായാലും തള്ളിക്കയറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അത് ഉള്ളിൽ കയറിയതിന് ശേഷം ഇനി അതിൻ്റെ അകത്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണക്ടറുണ്ട്. ആ പ്ലാസ്റ്റിക്കിൻ്റെ കണക്ടർ ചെറുതായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ആ ലോക്ക് ചെയ്ത് ഒന്ന് പുറമോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ ഡോറിൻ്റെ ലോക്കിലേക്ക് ആ ഒരു ഹോളിലേക്ക് നമുക്ക് ഈ പാനൽ ഇറക്കി വെക്കണം. ആദ്യമേ പാനൽ ഇറക്കി സീറ്റായതിന് ശേഷം ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പക്കായിട്ട് സീറ്റ് ആയിക്കോളും. ഓക്കെ, സീറ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞതിനുള്ള ഡോറിൻ്റെ ലോക്ക് അവിടെ സെറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഒരു സ്പോഞ്ചൊക്കെ ഉണ്ട്, ആ സ്പോഞ്ചൊക്കെ തിരിച്ച് വെക്കണം. അത് നമ്മൾ ഇളക്കിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ തിരിച്ച് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. അത് ചെറിയൊരു ടാറിൻ്റെ ഒരു പശ പോലൊക്കെ ഉണ്ട്, അത് വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മൾ ആ ലോക്കും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് ഒന്ന് തട്ടി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സാധനം പക്കയായിട്ട് സീറ്റായിക്കോളും. ആ ഒരു പാനൽ ഫുള്ളായിട്ട് സീറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട പരിപാടി ഡോറിൻ്റെ പിടിയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ആ ഡോറിൻ്റെ പിടി സെറ്റ് ചെയ്യാൻ ഒന്നുമില്ല, അകത്തോട്ട് വെച്ചൊരു ലോക്കുണ്ട്, ആ ലോക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മാത്രം മതി. ആ ലോക്ക് വീഴുന്നോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചേക്കണമെന്ന്. അത് നമ്മളിപ്പോൾ 2 തട്ട് കൊടുത്തപ്പോൾ സാധനം സീറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിൽ ചുറ്റോട് ചുറ്റും ലോക്കെല്ലാം ഒന്ന് വീഴാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കുക. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഴുകൊള്ളും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട പരിപാടി ആ ഡോറിൻ്റെ ഹാൻഡിലാണ്, അത് വെച്ചു ജസ്റ്റ് അങ്ങോട്ട് വെച്ച് ലോക്കിലോട്ട് വെച്ചിട്ട് പുറമോട്ടൊന്ന് സ്ലൈഡ് ചെയ്താൽ അത് ലോക്കായിട്ട് വീണോളും. ഓക്കെ, ഇത് ലോക്കായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ക്രൂ ഇടണം, താഴെ അവിടെ ഒരു സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റാവും. ഇവിടെ സ്ക്രൂ ഇടാറുണ്ട്, തിരിച്ചാണ് വെച്ചേക്കുന്നത്, നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ക്രൂ വരുന്നുണ്ട്, സ്റ്റാറിൻ്റെയാണ് സ്ക്രൂ വരുന്നത്. അതായത് അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ ഗ്ലാസ് പൊക്കുന്ന ഒരു ഹാൻഡിലുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ലോക്കുണ്ട്, ആ ലോക്കാണ് കാണിക്കുന്നത്. ഇനി ഒരു കമ്പിയാണ്, ആ കമ്പി ആ ലോക്കിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മൾ തിരിച്ച് ഊരുമ്പോഴും ആ ലോക്കിനകത്ത് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഒന്ന് തെള്ളി കൊടുത്താൽ മതി, ആ ലോക്ക് ഊരി പോന്നോളും. അങ്ങനെ ഊരി പോന്നാൽ തന്നെ നമുക്ക് ഇനി ഊരിയെടുക്കാൻ പറ്റും. അത് വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ലോക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി ലോക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഉണ്ട്, ആ കവറിങ് കൂടെ പക്കയായിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കൽ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, ആ ലോക്ക് ആയിക്കോളും. നമുക്ക് ഇപ്പോൾ വേണ്ട നല്ല പോലെ വർക്ക് ആവുന്നുള്ളത്, വേറെ കുഴപ്പമൊന്നുമില്ല അതിന്. ഓക്കെ,
ഇനിയിപ്പോൾ നമുക്ക് മേളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്. അതുപോലെ ഇതാണ് അവിടെ മേളിൽ വരുന്ന സ്ക്രൂവിൻ്റെ കാര്യം പറയുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ. അതൊന്നുമില്ല, ജസ്റ്റ് ലോക്ക് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അകത്തോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. അകത്തോട്ട് വെച്ചിട്ട് ആ വെളിയോട്ട് തെള്ളിക്കുന്ന അകത്തോട്ട് തെള്ളി വിട്ട് കഴിഞ്ഞാൽ ആ ലോക്ക് ആയിക്കോളും. ഇനി മേളിൽ വരുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീൽഡ് പോലൊരു സാധനമുണ്ട്, അതിന് രണ്ടും ലോക്കിലാണ് നിൽക്കുന്നത്. ആ ലോക്ക് കറക്റ്റായിട്ട് നോക്കി പിടിച്ചിട്ടാൽ മതി, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഞാൻ താഴത്തെ ലോക്ക് മാത്രമേ ഇട്ടുള്ളൂ, മേലത്തെ ലോക്ക് ഇട്ടില്ല, വീണിട്ടില്ല. അപ്പോൾ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് മേലത്തെ ലോക്ക് കൂടെ ഇട്ട് കൊടുക്കാം. മേളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് ലോക്കുണ്ട്. അതിട്ടിട്ട് താഴത്തെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സീറ്റ് ആയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നുള്ളൂ അവിടെ. ഓക്കെ, അപ്പോൾ അത് വരുന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ പണിയെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഡോറ് വർക്കാവുമെന്ന് നോക്കാം. നമുക്ക് റെഡിയാണ്. ആ ആ